ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. പെപ്സി ഇലുമിനാറ്റി ആണോ? ഈ പെപ്സി നിങ്ങൾ തലതിരിച്ച് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഈസ് ഡെഡ് എന്നാണ് ആ ഒരു സമയത്ത് നമുക്ക് വായിക്കാൻ സാധിക്കുക. ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പെപ്സിയും മോൺസ്റ്ററും എല്ലാം ഇലുമിനാറ്റികളുടെ ഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ഞാനിപ്പോൾ എന്തിനാണ് പറയുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിന്ന് കാണാൻ പോകുന്ന സിനിമയും ഒരു ഇലുമിനാറ്റി ബോക്സിനെ പറ്റിയിട്ടാണ്. 2017 പുറത്തിറങ്ങിയിട്ടുള്ള വിഷപ്പോൺ എന്ന സിനിമയാണിത്. അതിനു മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാതെ നമ്മുടെ വീഡിയോ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഗൈസ് നിങ്ങളുടെ പ്രശ്നം? എന്താണെങ്കിലും പറഞ്ഞോളൂ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാത്തതെങ്കിൽ തൊട്ടടുത്ത് ഒരു ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ട്. അതൊന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എനിക്ക് വ്യക്തമാവും. ഇനി കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും റിപ്ലൈ കിട്ടുന്നില്ല എന്നാണെങ്കിൽ അങ്ങനെ ഒരു പരാതി വരാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം വരുന്ന എല്ലാ കമന്റുകൾക്കും ഞാൻ കുത്തിയിരുന്ന് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഇയാളുടെ വീഡിയോസ് എന്റെ ഫീഡിൽ വരാറുണ്ട്. അങ്ങനെയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാവുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യാൻ മടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് സ്പെഷ്യലായിട്ട് പുതിയൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. കമന്റിന്റെ സൈഡിൽ പോയിട്ട് റൈറ്റിലേക്ക് ഒന്ന് തോണ്ടിയിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ഇറക്കിയിട്ടുള്ള പുതിയൊരു കൊണ്ടാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ കുറച്ച് പോയിന്റ്സ് എങ്കിലും നിങ്ങൾക്ക് വാരിക്കോരി തന്നൂടെ? എന്താണ് ഗൈസ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞു കണ്ട് ചെയ്യുന്നേ. അപ്പോ മുറുക്കി പിടിച്ചിരുന്നോ? നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ലേഡീനെയാണ് കാണിക്കുന്നത്. അവര് കയ്യിൽ എന്തോ ഒരു കാര്യം പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അത് നേരെ കൊണ്ടുവന്നിട്ട് ഡസ്റ്റ്ബിന്നിലേക്ക് ഇടാണ്. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ മുഖത്തൊരു ഭയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയത്ത് തന്നെ അവളുടെ മകള് അവിടേക്ക് വരുന്നുണ്ട്. മമ്മി, ഞാനൊന്ന് സൈക്കിൾ ഓടിക്കാൻ പോയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചൊക്കെ പോണട്ടോന്ന് അവരിപ്പോ പറയുന്നുണ്ട്. ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഡിലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി നിൽക്കുന്നുണ്ടായിരുന്നു. നിന്റെ മകളെ ഞാൻ ശ്രദ്ധിച്ചോളാന്ന് അവരിപ്പോ പറയുന്നുണ്ട്. ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ വീടിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ഇപ്പോ പുറത്തേക്ക് സൈക്കിൾ ഓടിക്കാനായിട്ട് പോയിട്ടുള്ള അവരുടെ മകള് തിരിച്ചു വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലേഡി അവിടെ തൂങ്ങി മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് ആ ഒരു കുട്ടി ഉറക്കെ അലറി വിളിച്ച് കരയാണ്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീട് തന്നെയാണ് കാണിക്കുന്നത്. വളരെ മനോഹരമായിരുന്ന ആ ഒരു വീട് ഇപ്പോ ആകെ കൊളായി കിടക്കുകയാണ്. ഇവളാണ് നമ്മുടെ ഈ ഒരു കഥയിലെ ഹീറോയിൻ. അവളുടെ പേര് ക്ലെയർ എന്നാണ്. ഇപ്പോ അവിടേക്ക് ഒരാൾ വരുന്നില്ലേ, ഇദ്ദേഹമാണ് ക്ലെയറിന്റെ അച്ഛൻ. അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുപ്പിയും പാട്ടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം എടുത്തുകൊണ്ടിട്ട് വിൽക്കുക. അങ്ങനെ ഒരു ബിസിനസ് ആണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജോലി നമ്മുടെ ഹീറോയിന് തീരെ ഇഷ്ടമല്ലായിരുന്നു. ക്ലെയർ ഇപ്പോ സ്കൂളിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഇവളുടെ അങ്കിളിനെ കാണുന്നുണ്ട്. അയാൾക്ക് ന്യൂസ് പേപ്പർ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവള് സൈക്കിൾ തിരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയാണ്. അങ്കിളുടെ പേര് ഓഗസ്റ്റ് എന്നാണ്. ഓഗസ്റ്റ് ഒരു പണക്കാരനാണ്. നമ്മുടെ ക്ലെയർ പഠിക്കുന്ന സ്കൂളില് ഡാർസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. അവള് ഒരുപാട് പണമുള്ള ഒരു വീട്ടിലെ കുട്ടിയായിരുന്നു. അവൾക്ക് നല്ല രീതിയിലുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു. മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്ലെയറിനെ കളിയാക്കാന്നുള്ളത് അവളുടെ സ്ഥിരം പരിപാടിയാണ്. ഇപ്പൊ ക്ലെയറിന്റെ അടുത്തേക്ക് പെട്ടെന്ന് അവൾ ആ ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലത്ത് വീഴാണ്. മുട്ടില് നല്ല രീതിയിൽ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ക്ലെയർ ഇപ്പോൾ സ്കൂളിലേക്ക് വരികയാണ്. നമ്മുടെ ക്ലെയർ ആണെന്നുണ്ടെങ്കിൽ വളരെ പാവപ്പെട്ട ഒരു സാധാരണ കുട്ടിയായിരുന്നു. ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആരെയും കളിയാക്കാനോ അവൾ നിൽക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരും ഇവളെയാണ് കളിയാക്കിക്കൊണ്ടിരുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മളായിട്ട് അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിക്ക് പോയിട്ടില്ലെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്ന് കയറാറാണല്ലോ പതിവ്. ഈ ഒരു സമയത്ത് ഇവരുടെ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു ഭാഗത്താണ് ക്ലെയറിന്റെ അച്ഛൻ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ക്ലെയർ അങ്ങോട്ടേക്ക് പോയിട്ട് അയാളോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ലേ? എന്തിനാണ് ഇവിടെ വന്നിട്ട് എന്നെ നാണം കെടുത്താൻ നിൽക്കുന്നത്? ഈ ഒരു ജോലി ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നോക്ക്, ഇപ്പൊ എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കുകയാണ്. അതിനുശേഷം അവള് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ഇതിനിടയിൽ ഡാർസി അങ്ങോട്ടേക്ക് വന്നിട്ട് വീണ്ടും അവളെ കളിയാക്കാണ്. ഇപ്പോ ക്ലെയറിന്റെ രണ്ട് ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ട്. അതിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗെയിം അഡിക്റ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടില് പോക്കിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമില്ലേ, അതേപോലെ ഇവരുടെ നാട്ടിലും ഒരു ഗെയിം ഉണ്ട്. അവൾ എപ്പോഴും ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ടോപ്പ് ലെവലിലേക്ക് പോയിട്ട് ഒരു മാസ്റ്റർ ആവണമെന്നാണ് അവളുടെ ആഗ്രഹം. ഇപ്പോ ക്ലാസിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവന് നമ്മുടെ ക്ലെയറിനെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ നമ്മുടെ ക്ലെയറിനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ക്ലാസ്സിൽ പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനുണ്ട്. അവനായിരുന്നു ഇഷ്ടം. എന്നാൽ പോളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡാർസിന്റെ ആ ഒരു ടീമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിന്റെ അച്ഛനെയാണ് കാണിക്കുന്നത്. അവിടെ ഒരു വലിയ കൊട്ടാരം പോലുള്ള ഒരു വീടിന്റെ മുന്നിൽ അയാൾ എന്തൊക്കെയോ സാധനങ്ങൾ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അയാൾക്കൊരു ബോക്സ് മാതിരി എന്തോന്ന് കിട്ടുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ അയാളെ കൊണ്ട് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല അതിന്റെ മുകളിൽ ഒരുപാട് ചൈനീസ് വേർഡ്സും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചൈനീസ് വേർഡ്സ് കണ്ട സമയത്ത് തന്നെ അത് നമ്മുടെ ക്ലെയറിന് തീർച്ചയായിട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതിപ്പോ വീട്ടിലേക്ക് എടുത്തോണ്ട് വരികയാണ്. ഇവിടെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഡാർസി എപ്പോഴും നമ്മുടെ ക്ലെയറിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പൊ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഇപ്പൊ അടിയാവുന്നുണ്ട്. ഈ ഒരു തല്ലില് നമ്മുടെ ക്ലെയറിന് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവള് നേരെ വന്നത് ഇവരുടെ വീടിന്റെ തൊട്ടുമുന്നില് ഡ്യൂലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നല്ലേ, അവരുടെ അടുത്തേക്കാണ്. ഡ്യൂലസ് ശരിക്കും നമ്മുടെ ക്ലെയറിന് അമ്മേനെ പോലെയാണ്.
എന്തെങ്കിലും അഡ്വൈസോ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവൾ നേരെ ഇവിടേക്കാണ് വരാറുള്ളത്. അവരും ഇപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലെയർ നേരെ വീട്ടിലേക്കാണ് വന്നത്. വീട്ടിലെത്തിയ സമയത്ത് തന്നെ അവൾക്ക് അച്ഛൻ ആ ഒരു ബോക്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവളും ഇപ്പോൾ അതുമായിട്ട് മേലെ അവളുടെ ബെഡ്റൂമിലേക്ക് വരികയാണ്. ബെഡ്റൂമിൽ വെച്ചിട്ട് അത് മുഴുവനായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒരുപാട് ചൈനീസ് വേർഡ്സ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലെയറിന് ചൈനീസ് വായിക്കാനൊക്കെ അറിയായിരുന്നു. എന്നാൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് അവൾക്ക് അത് അറിയില്ലായിരുന്നു. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതിപ്പോ വായിക്കുകയാണ്. അതിനകത്ത് 7 വരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് ഇതിന്റെ മുകളിൽ എഴുതി വെച്ചേക്കുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയിന് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ അവിടെ ഇങ്ങനെ കിളി പോയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡാർസി എന്താ ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രാവിലെ സ്കൂളിൽ വെച്ചിട്ട് തല്ലുണ്ടാക്കിയിട്ടില്ലേ, ആ ഒരു കലിപ്പ് തീർക്കുന്നതിനായിട്ട് നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ കുപ്പ് തീർക്കാൻ പോകുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഡാർസി വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ട് അവളത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം. അത് കണ്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവളുടെ കയ്യിൽ ഈ ഒരു ബോക്സ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ബോക്സിൽ പിടിച്ചോണ്ട് തന്നെ അവളിപ്പോ പറയാണ് അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടായിരിക്കും എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നത്. അവളുടെ ആ ഒരു ഭംഗിയൊക്കെ ഒന്ന് പോയിരുന്നെങ്കിൽ എന്ന് അവളിപ്പോ ആഗ്രഹിക്കുകയാണ്. എന്തോ ഒരു ദേഷ്യത്തിലായിരുന്നു ഇതെല്ലാം ഇവള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യമൊന്നും നടക്കുന്നുള്ളത് നമ്മുടെ ഹീറോയിന് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു ബോക്സ് നോക്കിയിട്ട് ക്ലെയറിന്റെ നായ ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ആ ഒരു ബോക്സ് നോക്കിയിട്ട് അത് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ക്ലെയറിനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആ ഒരു ബോക്സ് മെല്ലെ ഓപ്പൺ ആവുകയാണ്. അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നിന്നും ഇപ്പൊ ഒരു മ്യൂസിക് ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോ അതിൻ്റെ ഉള്ളിലുള്ള മെക്കാനിസം എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യാണ്. ഈ ഒരു മ്യൂസിക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പെട്ടി അടയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഡാർസിയുടെ ആ ഒരു വീടാണ് കാണിക്കുന്നത്. അവളിപ്പോ പതിവ് പോലെ ബെഡിൽ നിന്നും എണീറ്റ് വരികയാണ്. ഇവളുടെ കാലിലേക്ക് നോക്കുന്ന സമയത്ത് എന്തോ ഒരു പ്രത്യേക തരത്തില് എന്തൊക്കെയോ പാടുകൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല അവൾ ഷോക്സ് അഴിച്ച് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കാലിന് മുഴുവനായിട്ട് എന്തോ പുണ്ണ് പിടിച്ച മാതിരിയൊക്കെ ഉണ്ട്. അത് മാത്രമല്ല അവളുടെ മുഖവും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് അവൾ നല്ല രീതിയിൽ ഷോക്കായിട്ട് ഉറക്കെ അലറി വിളിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് അവളുടെ ഫ്രണ്ട്സ് നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവരെ സ്കൂളിൽ പാട്ടാവുകയാണ്. ഇതേപോലെ നമ്മുടെ ഡാർസിക്ക് ഒരു പകർച്ചവ്യാധി വന്നിട്ടുണ്ട്. അവളുടെ സൗന്ദര്യത്തില് അവൾ എന്തോരം അഹങ്കരിച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ളത് അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ കൂട്ടുകാർ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ക്ലെയർ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ക്ലെയർ ഇപ്പൊ നേരെ അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബോക്സിൽ തന്നെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുകളിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോ ആ ഒരു ബോക്സിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിനുശേഷം മാക്സ് എന്ന് പറഞ്ഞിട്ട് അവളുടെ നായനെ വിളിക്കുകയാണ്. എന്നാൽ എവിടെയൊക്കെ തേടി നോക്കിയിട്ടും ആ ഒരു നായനെ കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഡോഗിനെ തെരഞ്ഞിട്ട് വീടിന്റെ പുറത്തേക്കൊക്കെ അവൾ പോയി നോക്കുന്നുണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ചെറിയൊരു ഗ്യാപ്പ് മാതിരിയുണ്ട്. ആ ഒരു ഗ്യാപ്പ് വഴി അവൾ ഉള്ളിലേക്ക് പോയി നോക്കുകയാണ്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് മാക്സ് മരിച്ചു കിടക്കുന്നതാണ് അവൾ കണ്ടത്. ഇപ്പൊ എല്ലാരും ചേർന്നിട്ട് ആ ഒരു ഡോഗിനെ കുഴിച്ചിടുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സങ്കടമാണ്. ഈ ഒരു ഡോഗിനെ എന്റെ അമ്മ മരിച്ചു പോകുന്നതിന് മുന്നേ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവള് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇപ്പൊ സ്കൂളിലേക്ക് വന്നിട്ട് ആ ഒരു ബോക്സിലുണ്ടായിരുന്ന ലെറ്റർ എല്ലാം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അവൾ ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റേ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഈ ഒരു ചൈനീസ് വേർഡ് കാര്യങ്ങളൊക്കെ എന്റെ സിസ്റ്ററിന് നന്നായിട്ട് തന്നെ അറിയാം. അവളുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അവൾക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിലേ അവൾ ചെയ്തു തരുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ് അല്ല എന്റെ അടുത്ത് ക്യാഷ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ റേ പറയുന്നുണ്ട് ഓ ക്യാഷ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ അവൾ പറഞ്ഞുതരാ. ശരി നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്ന് ഇവരെല്ലാരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഡാർസിക്ക് ഇതേപോലെ സംഭവിച്ചതിൽ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ട്സ് എല്ലാം ആ ഒരു കാര്യം ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു എന്ന് വിചാരിച്ചിട്ട് അത് വിചാരിച്ചിട്ട് നമ്മൾ ഹാപ്പി ആവുന്നത് വളരെ മോശമാണെന്നൊക്കെ അവളിപ്പോ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഇവൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പയ്യനല്ലേ പോൾ എന്ന് പറഞ്ഞിട്ടുള്ള അവൻ വേറൊരു പെണ്ണിന്റെ കൂടെ വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയിൻ നോക്കുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ക്ലെയറിനെ അവളുടെ വീട്ടിൽ വെച്ചിട്ട് കാണിക്കുകയാണ്. അവളിപ്പോ ആ ഒരു ബോക്സ് എടുത്തിട്ട് അവളുടെ അടുത്ത വിഷു പറയുന്നുണ്ട്. അവൾ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോൾ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനല്ലേ അവൻ എന്നോട് ഭയങ്കരമായിട്ടുള്ള പ്രണയം തോന്നണം. ഇവള് ചോദിച്ചിട്ടുള്ളത് പോലെ തന്നെ ആ ഒരു പോള് പിറ്റേ ദിവസം രാവിലെ തന്നെ അവളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവളുടെ അടുത്ത് സംസാരിച്ചിട്ട് അവളെ സെറ്റാക്കാനൊക്കെ ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇവളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്നും ആ ഒരു മ്യൂസിക് വീണ്ടും പ്ലേ ആവുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ക്ലെയറിന്റെ അങ്കിള് ഓഗസ്റ്റ് ഇല്ലേ അയാളെയാണ് കാണിക്കുന്നത്. അയാൾ കുളിക്കാനായിട്ട് വന്നതായിരുന്നു. ഇതിനിടയിൽ കാല് തെറ്റിയിട്ട് ആ ഒരു ടബിന്റെ മുകളിലേക്ക് തലയിടിച്ച് വീഴുന്നുണ്ട്. അങ്ങനെ അയാളിപ്പോ മരിച്ചു പോവാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ബോക്സ് വീണ്ടും കാണിക്കുകയാണ്. ആ ഒരു മ്യൂസിക് കഴിഞ്ഞതിന് ശേഷം ബോക്സ് വീണ്ടും പഴയതുപോലെ അടയുന്നുണ്ട്. ക്ലെയറിന്റെ അങ്കിള് മരിച്ചതെല്ലാം ടിവിയിൽ ഇപ്പൊ ഒരു ന്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ട്.
ഫ്യൂണറലിന് നമുക്ക് പോണെന്ന് ക്ലെയർ ഇപ്പോ അവളുടെ അച്ഛനോട് പറയാണ്. ഇതേ സമയത്ത് ആ ഒരു വീട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് കടകൊട സാധനങ്ങൾ അയാൾ അവിടെ കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ ക്ലെയറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവളിപ്പോ അവളുടെ അച്ഛനടുത്ത് നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ ഓരോ ജോലി ചെയ്യാൻ പോകുന്നത്, എന്നെ നാണം കെടുത്തി നിങ്ങൾ അടങ്ങുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് അവളിപ്പോ ഭയങ്കരമായിട്ട് വഴക്കിടാണ്. അതിനുശേഷം അവളിപ്പോ അവളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. അവളിപ്പോ നേരെ ബെഡ്റൂമിലേക്ക് വന്നതിന് ശേഷം ആ ഒരു ബോക്സ് കയ്യിലെടുക്കുകയാണ്. ഇപ്പൊ മരിച്ചു പോയിട്ടുള്ള അങ്കിളല്ലേ, അയാൾ സ്വത്തെല്ലാം എന്റെ പേരിൽ എഴുതി വെച്ചിട്ടാണ് മരിച്ചു വരുന്നെങ്കിൽ എത്ര നന്നായിട്ടുണ്ടായിരുന്നേ. അച്ഛനതുപോലെ കുപ്പിയും പാട്ടയും പെറുക്കാൻ നടന്നിട്ട് എന്നെ നാണം കെടുത്തില്ലായിരുന്നു എന്നൊക്കെ അവളിപ്പോ ദേഷ്യത്തിൽ വിളിച്ചു പറയാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് ഒരു ഫോൺ വരാണ്. മരിച്ചു പോയിട്ടുള്ള അങ്കിൾ ഓഗസ്റ്റ് ഇവളുടെ പേരിലാണ് എല്ലാ സ്വത്തും എഴുതി വെച്ചിട്ടുള്ളത്. ഇത് കേട്ടിട്ട് നമ്മുടെ ക്ലെയർ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പൊ പെട്ടിയും പൊക്കണമൊക്കെ കെട്ടിപ്പൊറുക്കിയിട്ട് അച്ഛനും മകളും കൂടിയിട്ട് ഓഗസ്റ്റിന്റെ വീട്ടിലേക്ക് മാറാൻ പോവാണ്. ഇതേ സമയത്ത് തന്നെ വീടിന്റെ മുന്നിലുണ്ടായിരുന്ന ഡിലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഡിയിലെ അവരിപ്പോ നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് വരുന്നുണ്ട്. നിന്നെ ഞാൻ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നൊക്കെ അവരിപ്പോ പറയാണ്. ഹീറോയിനും അവളുടെ അച്ഛനും കൂടിയിട്ട് ആഗസ്റ്റിന്റെ വീട്ടിലേക്ക് വരാണ്. വന്ന് നോക്കുന്ന സമയത്ത് കൊട്ടാരം മാതിരിയുള്ള ഒരു വീടായിരുന്നു അത്. വളരെ ചെറിയൊരു വീട്ടില് നല്ല രീതിയിൽ ദാരിദ്ര്യത്തോടെ കഴിഞ്ഞിരുന്ന ഇവർക്ക് ഇത്രയും വലിയൊരു വീടും അതുപോലെ തന്നെ ഒരുപാട് സ്വത്തുകളും കാറും ബൈക്കും എന്ത് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോ ഒരു ദിവസം കൊണ്ട് തന്നെ ക്ലെയർ ഇത്രയും വലിയ പണക്കാരിയായിരിക്കുകയാണ്. ക്ലെയറിന്റെ അച്ഛൻ ഇപ്പോ അവൾക്കായിട്ട് ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. നിന്റെ ഇഷ്ടത്തിന് എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കിക്കോ എന്ന് പറയാണ്. ക്ലെയറിന് 2 ഫ്രണ്ട്സ് മാത്രമാണ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവരെയും കൂട്ടിയിട്ട് പോയിട്ട് പാർക്ക്, ബീച്ച്, ഷോപ്പിംഗ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് അവർ ഒരുപാട് പൈസ ചെലവാക്കാണ്. ലിറ്ററലി അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. ഒറ്റ ദിവസം കൊണ്ട് ജീവിതം നല്ല കളറായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവളുടെ ബെഡ്റൂമിലേക്ക് അവളിപ്പോ വരുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബോക്സ് മെല്ലെ തുറന്നു വരാണ്. അതിന്റെ ഉള്ളിൽ നിന്നും ഇപ്പൊ ആ ഒരു മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോയിനും ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അതിന്റെ ഉള്ളിലേക്ക് അങ്ങനെ നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡിലക്സിന്റെ വീട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് കിച്ചണിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കിച്ചണില് ഗ്രൈൻഡർ മാതിരി ഒരു മെഷീൻ ഉണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം അതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് പൊടിച്ചിട്ട് പുറത്ത് കളയുന്ന ഒരു മെഷീനാണത്. വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് സ്റ്റെക്കായി പോവാണ്. അതുകൊണ്ട് തന്നെ അത് എന്താന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ അവരുടെ മുടി അതിന്റെ ഉള്ളിൽ കുടുങ്ങി പോവാണ്. പെട്ടെന്ന് മിഷൻ ഓൺ ആവുന്നുണ്ട്. മുടി അതിന്റെ ഉള്ളിൽ നിന്നും വലിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇവരുടെ മുടി ഉള്ളിലേക്ക് പോയ സമയത്ത് തല ആ ഒരു സിങ്കിന്റെ മുകളിൽ അടിച്ചിട്ട് അവരങ്ങനെ മരിച്ചു പോവാണ്. ഇവര് മരിച്ച ശേഷമാണ് ആ ഒരു ബോക്സ് തന്നെ ക്ലോസ് ആവുന്നത്. എന്നാൽ നമ്മുടെ ഹീറോയിന് നടക്കുന്ന ഒരു കാര്യങ്ങളും മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലെയറിന് ഒരു ഡ്രീം വരികയാണ്. ആ ഒരു ബോക്സ് അതുപോലെ തന്നെ അതിൽ നിന്നും വരുന്ന ആ ഒരു മ്യൂസിക്, അത് മാത്രമല്ല ഒരു സാത്താനെയും ഇപ്പൊ അവള് കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവള് ഷോക്കായി ചാടി എണീക്കുകയാണ്. എണീച്ച് നോക്കുന്ന സമയത്ത് ഇവളുടെ വീടിന്റെ പുറത്ത് എന്തോ ഒരു രൂപം കാണാണ്. ഇവള് മെല്ലെ മെല്ലെ അതിന് ഫോളോ ചെയ്തിട്ട് പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. എന്നാൽ പുറത്ത് വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം അവിടെയൊക്കെ തിരിഞ്ഞു കളിച്ചിട്ട് അവള് അകത്തേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം സ്കൂളാണ് കാണിക്കുന്നത്. ആ ഒരു പോളെന്ന് പറഞ്ഞിട്ടുള്ള പയ്യനാണെന്നുണ്ടെങ്കിൽ ഇവൻ നേരത്തെ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പെണ്ണിന്റെ അടുത്ത് ബ്രേക്കപ്പ് പറയാണ്. അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് ക്ലെയറിന്റെ അടുത്ത് വന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോ അവൾക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് ആവുന്നുണ്ട്. ആ ബോക്സിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് എന്താന്നുള്ളത് അവൾക്ക് മനസ്സിലാക്കണം. അവള് നേരെ പോയത് ആ ഒരു റയാന്റെ അടുത്തേക്കായിരുന്നു. ഇതേപോലെ നിന്റെ സിസ്റ്റർ ഈ ഒരു ചൈനീസ് വേർഡ്സ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്താരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് അവളുടെ അടുത്തേക്ക് പോയാലോ, എത്ര പണം വേണമെങ്കിലും ഞാൻ കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. റയാനും അവളെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ ഒരു ബോക്സ് അവന്റെ സിസ്റ്ററിനെ കാണിച്ചു കൊടുത്ത സമയത്ത് അവള് പറയാണ് ഇത് ഒരുപാട് പഴക്കമുള്ള ഒരു പെട്ടിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ആ ഒരു ലിപിയിലാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇവളുടെ പേര് ജീന എന്നാണ്. എന്നാൽ ഒരു പേര് മാത്രം ഇതിൽ തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ഒരു പേര് വായിക്കുകയാണ്. ലൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരായിരുന്നു അത്. അവരിപ്പോ ആ ഒരു പേര് നെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. അവരൊരു ലേഡി ആയിരുന്നു. 910 വർഷം. ഇപ്പോഴുള്ള കൊറോണ വൈറസ് മാതിരി ആ ഒരു ടൈമില് പ്ലേഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറസ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമില് എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലിക്ക് ആ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ നാട്ടിലുള്ള ആളുകള് ഇവരെ ഒരു പെട്ടിയുടെ ഉള്ളിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അതായത് അവരെ ക്വാറന്റൈൻ ചെയ്യണം. കുറച്ച് നാളുകൾക്ക് ശേഷം കഴിക്കാനായിട്ട് ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ അവർ അതിന്റെ ഉള്ളിൽ വെച്ച് മരിച്ചു പോവാണ്. ലൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലേഡി 7 ദിവസം ഒരു മ്യൂസിക് ബോക്സ് വെച്ചിട്ട് ഭയങ്കരമായിട്ട് പ്രേ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു പ്രയർ തീരുന്ന അന്ന് 7ാമത്തെ ദിവസം യാഗുവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചൈനീസ് സാത്താൻ അവിടേക്ക് വന്നതായിട്ടും 7 ദിവസം ഇവർ പ്രേ ചെയ്തതുകൊണ്ട് 7 വരങ്ങൾ കൊടുത്തതായിട്ടും നെറ്റിൽ സെർച്ച് ചെയ്ത സമയത്ത് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലൂമെ ഒരു കോടീശ്വരി ആയിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ അവരുടെ ശത്രുക്കളെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം 1920 ഇവർ സൂയിസൈഡ് ചെയ്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോക്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇവർക്ക് വായിക്കാൻ പറ്റുന്ന മാത്രം ഇപ്പോൾ ഇവർ വായിച്ചെടുക്കുകയാണ്. ഈ ഒരു ബോക്സിൽ നിന്ന് ഒരു മ്യൂസിക് പുറത്തു വരും. ആ ഒരു സമയത്താണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു ബോക്സ് ആരെങ്കിലും കട്ടെടുത്തിട്ടുണ്ടെങ്കിലോ ആർക്കെങ്കിലും ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിലോ ഇവൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു വിഷു മുഴുവനും ഇല്ലാതെയാവും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുള്ളത്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. അവന് ഞാൻ ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്.
മിക്കവാറും അവൻ ഇതെല്ലാം ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനൊന്ന് ട്രൈ നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു ഫോട്ടോ അവൻ അയച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. എന്നാൽ പോകുന്ന വഴിയിൽ ഇവളുടെ അച്ഛൻ വീണ്ടും കുപ്പിയും പാട്ടൊക്കെ പറയുന്നത് അവൾ കാണുന്നുണ്ട്. വണ്ടി അവിടെ നിർത്തി ചാടി ഇറങ്ങിയിട്ട് അവളിപ്പോൾ അയാളോട് ചൂടാവുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇത്രയും പൈസ ഇല്ലേ, എന്തിനാണ് വീണ്ടും ഈ ഒരു ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവളിപ്പോൾ ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറയാണ്, നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നാൽ എന്റെ ഈ ഒരു ഫ്രണ്ട് അവൻ ഇത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. അവനിപ്പോൾ ജീവിക്കാനായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവളുടെ അച്ഛൻ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. അവളിപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവളിപ്പോൾ ആ ഒരു ബോക്സ് എടുത്തിട്ട് വീണ്ടും അവളുടെ അടുത്ത വിഷ് ചോദിക്കുകയാണ്. എന്റെ അച്ഛനെ ഈ ഒരു ജോലിയൊക്കെ നിർത്തിയിട്ട് ഡീസന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറണം എന്ന് അവളുടെ 4ാമത്തെ വര ഇപ്പോൾ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡീകോഡ് ചെയ്യാനായിട്ട് ഇവരൊരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ജീനയ്ക്ക് കിട്ടുകയാണ്. അത് വായിച്ചു നോക്കിയ സമയത്ത് തന്നെ അവൾ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. അവൾ വേഗം തന്നെ ക്ലെയറിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യമൊക്കെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് അവിടെ കറണ്ട് കട്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ വൈഫൈയും കട്ടാവുന്നുണ്ട്. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീനയ്ക്ക് ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ ഫോണായിട്ട് പുറത്തേക്ക് വരികയാണ്. അവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോക്സ് മെല്ലെ ഓപ്പൺ ആവുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ആ ഒരു മ്യൂസിക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈ ഒരു സമയത്ത് പണി കിട്ടാൻ പോകുന്നത് ജീനയ്ക്കാണ്. ജീന കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോ ഹീറോയിനെ അറിയിക്കാൻ പോവാണല്ലോ. ജീന എത്ര ശ്രമിച്ചിട്ടും ആ ഒരു കോള് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ വീണ്ടും വോയിസ് മെയിൽ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. വോയിസ് മെയിലിൽ എനിക്ക് നിന്റെ അടുത്ത് അർജന്റ് ആയിട്ട് ഒരു കാര്യം പറയാണെന്നൊക്കെ അവൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് പെട്ടെന്ന് ഒരു ഇടി മിന്നാണ്. പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ നിലത്ത് വീഴുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അവളിപ്പോ പേടിച്ചിട്ട് അകത്തേക്ക് ഓടുകയാണ്. അകത്ത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുൾ ഇരുട്ടായിരുന്നു. പെട്ടെന്ന് വീണ്ടും ഇടി മിന്നുന്നുണ്ട്. ആ ഒരു ശബ്ദം കേട്ട് പേടിച്ചിട്ട് പാനിക്കായി ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ കാല് തെറ്റിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ആനയുടെ രൂപത്തിലേക്ക് അവൾ ചെന്ന് വീഴുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അതിന്റെ കൊമ്പില് അവളുടെ തല പോയി കുത്തുകയാണ്. അങ്ങനെ ജീനയുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ ഇവള് വിഷ് ചെയ്തിട്ടുള്ള പോലെ തന്നെ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. ഇയാളുടെ ഈ ഒരു പുതിയ അപ്പിയറൻസ് കണ്ടിട്ട് അവളുടെ ഫ്രണ്ട്സിന് വരെ അയാളോട് ക്രഷ് പോകുന്നതാണ്. ആ ഒരു ലെവലിലേക്ക് അയാൾ മാറിയിട്ടുണ്ട്. റയന്റെ ഫോണിലേക്കും ജീന വിളിച്ചിട്ടുണ്ടായിരുന്നു. ജീന റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഒരു വോയിസ് മെയിൽ കേട്ടിട്ട് റയൻ ഇപ്പോ അവളുടെ വീട്ടിലേക്ക് വന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവളുടെ ഫോണ് അവിടെ നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ ഇവിടെ കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവനിപ്പോ അത് എടുക്കുന്നുണ്ട്. അവനിപ്പോ അതുമായിട്ട് മേലേക്ക് കയറി ചെന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ കണ്ടിട്ട് അവൻ നല്ല രീതിയിൽ സ്റ്റക്ക് ആവുന്നുണ്ട്. ആ ഒരു സമയപ്പത്തേക്കും ജീന മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്കൂളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയർ പോളിന്റെ കൂടെ ഭയങ്കരമായിട്ട് കമ്പനി അടിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ റയൻ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ആ ഒരു ബോക്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും വിഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇല്ല. എന്താ നീ അങ്ങനെ ചോദിച്ചത്? നീ എന്നോട് നുണ പറയാൻ നിൽക്കരുത്. ഞങ്ങളത് ഡീകോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്താ ഉള്ളതെന്ന് നിനക്കറിയോ? നീ ഓരോരോ വിഷ് ചോദിക്കുന്ന സമയത്തും അതിന് പകരമായിട്ട് ഒരു ബലി ആ ഒരു ചെകുത്താൻ ചോദിക്കുന്നുണ്ട്. ആ ഒരു ബോക്സിൽ നിന്ന് വരുന്ന മ്യൂസിക് പ്ലേ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്തായാലും വേണ്ടില്ല, കാര്യങ്ങളെല്ലാം ഡീകോഡ് ചെയ്തതിന് ജീനയ്ക്ക് ഒരു താങ്ക്സ് പറഞ്ഞേക്കെന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ റയാൻ പറയുന്നുണ്ട് അവള് മരിച്ചുപോയെന്നുള്ളത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പോഴെങ്കിലും നീ ഒന്ന് പറ, നീ എന്തെങ്കിലും വിഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. ഇവളുടെ പെരുമാറ്റത്തില് നല്ല രീതിയിലുള്ള ഭയവും പാനിക്കും ഒക്കെ അവൻ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവളിങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പോള് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഇരിക്കാനായിട്ട് പറയാണ്. ഇവളും ആ ഒരു കൺഫ്യൂഷനിൽ ഉള്ളതുകൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാതെ ഇപ്പോ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. എന്നാൽ പോളിന്റെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവള് വന്നത് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അവരിപ്പോ അവിടെ നേടിയിട്ട് പോവാണ്. ഇവളിപ്പോ വീട്ടിൽ വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോളിന്റെ ഗ്യാങ് ഇവളെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ട് ചില പോസ്റ്റ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അവൾക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മ്യൂസിക് ബോക്സ് എടുത്തു വെച്ചിട്ട് അവളിപ്പോ 5ാമത്തെ വിഷ് ചോദിക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൽ വെച്ചിട്ട് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറണം, സെലിബ്രിറ്റീനെ പോലെ എല്ലാവരും എന്നെ നോക്കി കാണണം എന്നൊക്കെ അവളിപ്പോ ചോദിക്കുകയാണ്. അന്ന് തന്നെ പോൾ അറേഞ്ച് ചെയ്യുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അവളിപ്പോ ആ ഒരു പാർട്ടിക്ക് പോവാണ്. എന്നാൽ ക്ലെയർ അവിടെ വന്ന് ഇറങ്ങിയ അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇവളെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണല്ലോ എന്നൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പറയുന്നുണ്ട്. അത് മാത്രമല്ല പോളിന്റെ ഗേൾ ഫ്രണ്ട് അടക്കം ഇവളെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇവള് വീണ്ടും ഒരു സ്വപ്നം കാണാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അമ്മ കയറിൽ തൂങ്ങി കിടക്കുന്നതായിട്ടായിരുന്നു അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് അമ്മയുടെ സ്ഥാനത്ത് അവളായി മാറാണ്. ഇത് കണ്ടിട്ട് അവൾ ഷോക്കായി ചാടി എണീക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവളുടെ റൂമില് ആരോ ഒരാള് കറുത്ത ജാക്കറ്റ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവളിപ്പോ ആ ഒരു രൂപത്തിനെ ഫോളോ ചെയ്തിട്ട് പോകുന്നുണ്ട്. എന്നാൽ പുറത്തെത്തി നോക്കുന്ന സമയത്ത് ഇപ്പോ ആരെയും കാണാനായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവളുടെ അച്ഛനും പുറത്തേക്ക് വരാണ്. നീ ഒരു സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ഒരാൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്റെ റൂമിലേക്ക് വരാറുണ്ട്. ഇതൊക്കെ എപ്പോ മുതലാ സ്റ്റാർട്ടായെന്ന് അവളുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അത് ആ ഒരു ബോക്സ് എനിക്ക് കിട്ടിയ സമയത്താണ് എന്ന് അവളിപ്പോ പറയുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ബോക്സിനെ പറ്റി അവൾക്ക് ഓർമ്മ വന്നത്. അവളിപ്പോ വേഗം റൂമിലേക്ക് ഓടിയിട്ട്
കൂട്ടിയിട്ട് ആ ഒരു ബോക്സ് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അവളിപ്പോ ആ ഒരു ബോക്സ് എടുത്തിട്ട് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് റെയിനെയാണ് കാണിക്കുന്നത്. അവൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോക്സിനെ പറ്റിയിട്ട് എല്ലാ ഡീറ്റെയിൽസും അവൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ക്ലെയറിന്റെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ അവളിപ്പോൾ ഭയങ്കരമായിട്ട് പാനിക് ആവുന്നുണ്ട്. ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു അഡ്വൈസ് ചോദിക്കുന്നതിനായിട്ട് അവളിപ്പോൾ ഡിലക്സിന്റെ വീട്ടിലേക്ക് വന്നതാണ്. വന്നിട്ട് വാതിൽ തട്ടി നോക്കുന്ന സമയത്ത് അത് ആരും തുറക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളിപ്പോ ബാക്ക് ഡോർ വഴി ഉള്ളിലേക്ക് കയറുകയാണ്. വാതിൽ തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബാഡ് സ്മെൽ അടിക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഡിലക്സ് അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ട്. ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അവളാകെ ഷോക്ക് ആവുന്നുണ്ട്. എന്തോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് അവൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഞാനിപ്പോ എന്തോ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് അവൾക്കിപ്പോ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളിപ്പോ ആകെ കൺഫ്യൂസ്ഡ് ആണ്, വളരെ സാഡ് ആണ്. പോളിന്റെയും അവന്റെ ടീമിന്റെയും കൂടെ അവൾ മര്യാദയ്ക്കൊന്നും സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളിപ്പോ അവളുടെ പഴയ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇത്രയും നാൾ നീ ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ നടന്നിട്ട് ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. എന്നാലും അവളുടെ മുഖം വളരെ സാഡ് ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് ജൂൺ എന്ന് പറഞ്ഞിട്ടുള്ള അവളുടെ ഒരു ഫ്രണ്ട് എന്താ പറ്റിയെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇവരെയും വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോ അവരോട് പറയുന്നുണ്ട്. വേർഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവളുടെ ഈ ഒരു ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം നീ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നും പറഞ്ഞ് ആ ഒരു ബോക്സ് തട്ടിയിടുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ബോക്സ് വെച്ചിട്ട് നീ എന്തൊക്കെയാണ് ചെയ്തത്? 5 വിഷയം നീ ചോദിച്ചിട്ടുണ്ട്. നീ ഭയങ്കരമായിട്ട് സെൽഫിഷ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. ഇതെങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വിഷ് മാത്രമേ ചോദിക്കുള്ളൂ. ഈ ഒരു ലോകം നല്ല രീതിയിൽ പോകണം, ആ ഒരു കാര്യം മാത്രം. എന്നാൽ അതൊക്കെ നടക്കുന്നാണെന്ന് വിചാരിക്കുന്നത്. ഇതെല്ലാം വേറൊരു കോയിൻസിഡന്റ് ആണ്, അത് നീ ഒന്ന് മനസ്സിലാക്കുക എന്നൊക്കെ അവള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരി, അതെല്ലാം വിട്ടേക്ക്. ഇന്ന് നൈറ്റ് ഒരു പാർട്ടിയുണ്ട്, നീ എന്തായാലും അങ്ങോട്ടേക്ക് വാന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോ അവളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ജൂൺ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് ആണ് നിനക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനാ നീ ഇനിയും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അത് എവിടെയെങ്കിലും കൊണ്ട് കളയല്ലേ വേണ്ടത്? അതുകൊണ്ടേ കളഞ്ഞേക്കുന്നത് അവളിപ്പോ അഡ്വൈസ് ചെയ്യാണ്. നമ്മുടെ ഹീറോയിനും അതുകൊണ്ടേ കളയാന്ന് ഇപ്പൊ തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം അവളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. ജീന എന്ന ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇത് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലോ ഇവൾക്ക് കിട്ടിയിട്ടുള്ള വിഷെല്ലാം ഇല്ലാതെയാവെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം ഇപ്പോൾ അവളുടെ മൈൻഡിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അവൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അന്ന് ഇവൾ ആ ഒരു പാർട്ടിക്ക് പോകുന്നുണ്ട്. അവിടെ പോളും വന്നിട്ടുണ്ടായിരുന്നു. അവനിപ്പോ കുറച്ചു നേരം നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് കാറിലേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് ഇവർ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഈ കാറിൽ ഒരു ബ്ലാക്ക് കളർ ജാക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഇവിടെ എടുത്ത് നോക്കുകയാണ്. ഇപ്പൊ അവള് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇവളെ ഫോളോ ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നല്ലേ, അത് പോള് തന്നെയായിരുന്നു. ഹീറോയിൻ ഇപ്പോ അവന്റെ ഫോൺ എടുത്തിട്ട് ചെക്ക് ചെയ്യാണ്. നോക്കുമ്പോൾ ഇവളുടെ ഒരുപാട് ഫോട്ടോസ് ആ ഫോണിലുണ്ടായിരുന്നു. നീ എന്നെ ഫോളോ ചെയ്യണല്ലേ, ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ പോളിന്റെ അടുത്ത് അടി ഉണ്ടാക്കുന്നുണ്ട്. ഇനി നീ എന്നോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അവിടുന്ന് ഇറങ്ങി പോവാണ്. പോളിപ്പോ അവളെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഇവളുടെ വീട്ടില് ആ ഒരു മ്യൂസിക് ബോക്സ് തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ആ ഒരു മ്യൂസിക് ഇപ്പൊ പ്ലേ ചെയ്യാണ്. ഇപ്പൊ ആർക്കാണ് അടുത്ത പണി കിട്ടാൻ പോകുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിയിൽ ഒരു പാവ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ ജൂണിന്റെ മേത്തേക്ക് വീഴാൻ തുടങ്ങുകയാണ്. എന്നാൽ അവളുടെ മറ്റൊരു ഫ്രണ്ട് വന്നിട്ട് അവളെ രക്ഷിക്കുന്നുണ്ട്. ഇവിടെ കട്ടിത്തിട്ട് നമ്മുടെ ക്ലെയറിന്റെ ഫാദറിനെയാണ് കാണിക്കുന്നത്. പുള്ളി കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടയർ പഞ്ചറാവുന്നുണ്ട്. കാറിന്റെ സ്റ്റെപ്പിന് മാറ്റുന്ന സമയത്ത് ഇവർക്കും ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ക്ലെയറിന്റെ ഫാദറും അത്ഭുതകരമായിട്ട് അതിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ആർക്കും പണി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കട്ട് ചെയ്തിട്ട് ഹീറോയിനെയും ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. അതിൽ ഗെയിം അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഇവളുടെ ഒരു ഫ്രണ്ട് അല്ലേ, അവള് ഫോൺ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ഗെയിമില് മുകളിലത്തെ നിലയിൽ ഒരു മോൺസ്റ്റർ ഉണ്ടെന്നുള്ളത് അവൾ കണ്ടുപിടിക്കുകയാണ്. ഞാൻ അതിനെ പോയിട്ട് അറ്റാക്ക് ചെയ്ത് വരാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ മേലേക്ക് പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും താഴത്ത് നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ക്ലെയർ പറയുന്നുണ്ട്, ബോക്സ് ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല, അതിപ്പോഴും എന്റെ വീട്ടിൽ തന്നെയാണുള്ളത്. നീ എന്തേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ജൂൺ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഗെയിം അഡിക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ട് മേലെ പോയിട്ട് താഴേക്ക് വരുന്ന സമയത്ത് ലിഫ്റ്റിന്റെ അകത്ത് പെട്ടു പോകുന്നുണ്ട്. അവളിപ്പോ ഫോൺ വിളിച്ചിട്ട് ക്ലെയറിനോട് പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ ഈ ഒരു ലിഫ്റ്റിന്റെ ഉള്ളിൽ പെട്ട് കിടക്കുകയാണ്. എന്നാൽ ആ ഒരു സമയത്ത് തന്നെ ലിഫ്റ്റ് ഓപ്പൺ ആവുന്നുണ്ട്. ഓപ്പൺ ആയെന്ന് വിചാരിച്ചിട്ട് അവളിപ്പോ പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ലിഫ്റ്റിന്റെ കേബിൾ കട്ടായിട്ട് അവളിപ്പോ താഴേക്ക് വീഴാണ്. അങ്ങനെ അവളിപ്പോ മരിച്ചു പോകുന്നുണ്ട്. ജൂണിപ്പോ ഈ ഒരു കാര്യം കണ്ട സമയത്ത് നല്ല രീതിയിൽ കരയുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കാനായിട്ട് കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ഹീറോയിനും ഇപ്പോ ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റേന ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളെയും കൂട്ടിയിട്ട് പോയിട്ട് അവൻ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ അവളോട് പറയാണ്. അവനിപ്പോ പറയാണ്, ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സോൾജിയറിന്റെ കയ്യിലേക്കും ഈ ഒരു ബോക്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അയാളും ഒരുപാട് പണക്കാരനായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ബോക്സ് വെച്ചിട്ട് അയാൾക്ക് ലൈഫിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം മരിച്ചു പോയതുകൊണ്ട് തന്നെ അയാൾ ഗണ്ണ് കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ
മറ്റു പല ആളുകളുടെ അടുത്തും ഈ ഒരു ബോക്സ് എത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ഒരു സെയിം സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ചില ആളുകൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ സമ്പാദിച്ചിട്ടുണ്ട്. എന്നാൽ അവസാനം ഇവരെ സൂയിസൈഡിലാണ് എത്തി നിൽക്കുക. ഈ ഒരു 7 വിഷ് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ബലിയാവാൻ പോകുന്നത് ഈ ഒരു പെട്ടി ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പെട്ടി നശിപ്പിക്കാന്ന് പറയാണ്. അങ്ങനെ ഇവര് ആ ഒരു പെട്ടി നശിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട്. അത് കത്തിച്ച് നോക്കുകയാണ്. അതിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ചുറ്റി വെച്ചിട്ട് അടിച്ചു പൊളിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ടും ഈ ഒരു പെട്ടിയുടെ പെയിന്റ് പോലും പോകുന്നുണ്ടായിരുന്നില്ല. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവളിപ്പോ വീട്ടിലേക്ക് വരികയാണ്. അന്ന് രാത്രി ഇവള് കിടന്നുറങ്ങുന്ന സമയത്ത് പോള് വീണ്ടും ഇവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നീ വീണ്ടും പഴയ പോലെ എന്റെ അടുത്ത് സംസാരിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് അവളെ വീണ്ടും ടെൻഷൻ ആക്കുകയാണ്. ഹീറോയിൻ ഇല്ലാന്ന് പറഞ്ഞ അതേ സമയത്ത് തന്നെ അവനിപ്പോ ഒരു കത്തി എടുത്തിട്ട് അവന്റെ സ്വന്തം കൈ തന്നെ മുറിക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ നേരെ ആംബുലൻസിനെ വിളിക്കുകയാണ്. അവിടേക്ക് ആംബുലൻസ്, പോലീസ് അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് അവനവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റാണ്. ഹീറോയിൻ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് ആ ഒരു ബോക്സ് അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അവളിപ്പോ നേരെ റേന്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു കാര്യം പറയാണ്. നീ ആകെ 5 വിഷയല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഇതിനിടയിൽ ആ ഒരു ബോക്സ് നിന്റെ അടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് കിട്ടിയിട്ടുള്ള ശാപത്തിൽ നിന്നും നീ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിയാൽ മതി. എന്നാൽ ആ ഒരു ബോക്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് കിട്ടിയിട്ടുള്ള വിഷെല്ലാം പഴയ പോലെ തന്നെ ആവുമല്ലോ. അതാലോചിച്ചിട്ട് ഇപ്പോ ഇവള് ടെൻഷൻ ആവുകയാണ്. പിറ്റേ ദിവസം തന്നെ ക്ലെയറിന്റെ വീട്ടിലേക്ക് പോലീസുകാർ എത്തിയിട്ടുണ്ട്. ഇവൾക്ക് കിട്ടിയിട്ടുള്ള ഈ സ്വത്തുക്കളെല്ലാം അവർ സീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് മരിച്ചു പോയിട്ടുള്ള ഓഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവളുടെ അങ്കിള് ടാക്സ് ഒന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കാരണം കാണിച്ചിട്ട് ഇവരുടെ വീടും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടു പോവാണ്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവരിപ്പോ വീണ്ടും പഴയ വീട്ടിലേക്ക് വരുന്നുണ്ട്. പിറ്റേ ദിവസം ഇവള് സ്കൂളിലേക്ക് പോയി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ ഒരു പെൺകുട്ടിയില്ലേ, അവളുടെ ആ ഒരു അസുഖമൊക്കെ മാറിയിട്ട് അവൾ വീണ്ടും കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇവൾക്ക് ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു ഫെയിമും കാര്യങ്ങളൊക്കെ ഇപ്പൊ പഴയ പോലെ തന്നെ ആവുകയാണ്. എല്ലാരും വീണ്ടും ഇവളെ കളിയാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇപ്പോ വീണ്ടും ഡിപ്രസ്ഡ് ആവുകയാണ്. അവള് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു ബോക്സ് ഉണ്ടായിരുന്ന സമയത്ത് അടിപൊളിയായിരുന്നു, എന്നാൽ ഇപ്പത്തെ അവസ്ഥ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കിടന്ന് കരയുന്നുണ്ട്. അങ്ങനെ അവളിപ്പോ നേരെ സ്കൂളിലേക്ക് പോവാണ്. ആക്സിഡന്റലി ജൂണിന്റെ ലോക്കർ തുറന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ആ ഒരു ബോക്സ് ഇരിക്കുന്നത് നമ്മുടെ ഹീറോയിൻ കാണാണ്. ഇത് കണ്ട സമയത്ത് തന്നെ അവൾക്ക് നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇത് എന്റെ സാധനമല്ലേ, നീ എന്തിനാ എടുത്തോണ്ട് വന്നതൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ ജൂണിന്റെ അടുത്ത് കച്ചറ ഉണ്ടാക്കുകയാണ്. നിന്റെ നല്ലതിന് വേണ്ടി തന്നെയാണ് ഞാനിത് കൊണ്ടുവന്നത്, അത് കൊണ്ടുവല്ലേ അവിടെ തന്നെ വെച്ചേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവര് തമ്മിൽ തർക്കമാവാണ്. ദേഷ്യം വന്നിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി വെറി പിടിച്ചതുപോലെ ആ ഒരു ബോക്സ് എടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇവളെ തടയാനായിട്ട് ജൂൺ പുറകെ തന്നെ വരികയാണ്. ആ ഒരു സമയത്തുണ്ടായ കശവശയില് ജൂണിനെ അവള് പടിക്കെട്ടിൽ നിന്നും താഴേക്ക് തള്ളിയിടുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് റേൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. നിനക്കെന്ത് ഭ്രാന്ത് പിടിച്ചോ, നീ എന്തൊക്കെയാ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് റേൻ ഇപ്പോ അവളുടെ അടുത്ത് ചൂടാവുകയാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ മര്യാദ എനിക്ക് ആ ബോക്സ് തന്നോ, അത് എന്റെ ബോക്സ് ആണ്, ഇനിയും എനിക്ക് 2 വിഷ് കൂടി ബാക്കിയുണ്ട്, മര്യാദക്കൊക്കെ നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിട്ട് ഞാൻ പണിയെന്ന് തന്നെ പറയാണ്. എന്നിട്ട് അവളിപ്പോ ആ ഒരു ബോക്സുമായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. റൂമിലേക്ക് വന്ന സമയത്ത് തന്നെ അവള് നല്ല രീതിയിൽ അലച്ച് തല്ലി കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അവൾക്ക് ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനി 2 വിഷ് കൂടി ബാക്കിയുള്ളൂ. ഇവൾക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഇവളുടെ കൈവിട്ട് പോയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ആ ഒരു വിഷ് വീണ്ടും യൂസ് ചെയ്യാനും പാടില്ല. ആ ഒരു കാര്യം ആലോചിച്ചിട്ട് അവള് വീണ്ടും വീണ്ടും കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പോ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ആവുന്നുണ്ട്. അവസാനം ആ ഒരു വിഷ് യൂസ് ചെയ്യാൻ തന്നെ അവൾ തീരുമാനിക്കുകയാണ്. ആ ഒരു ബോക്സ് എടുത്തിട്ട് എനിക്ക് എന്റെ അമ്മേനെ വേണം, എനിക്ക് പഴയ പോലെ തന്നെ ഹാപ്പി ആവണമെന്ന് അവളിപ്പോ വിഷ് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് എന്തോ ലൈഫിന്റെ ടൈം ലൈൻ മാറിയ രീതിയിൽ അവളുടെ അമ്മ അവിടെ എത്തിയിട്ടുണ്ട്. അവളുടെ അച്ഛനും എല്ലാവരും അവിടെ ഉണ്ട്. ഇവളുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന രീതിയിൽ എല്ലാവരും വളരെ സന്തോഷത്തിനാണുള്ളത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിനും ഒരുപാട് സന്തോഷമാവാണ്. അവളും നല്ല രീതിയിൽ ഹാപ്പി ആവുന്നുണ്ട്. ഇതിനിടയിൽ ഇവളുടെ അമ്മ ചെയ്തിട്ടുള്ള ഒരു പെയിന്റിങ് അത് അവള് കാണുന്നുണ്ട്. അതിനകത്ത് ഈ ഒരു ബോക്സ് അവർ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ അമ്മയ്ക്കും ഈ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആദ്യം അവർ സൂയിസൈഡ് ചെയ്തതൊക്കെ നമ്മുടെ ഹീറോയിന് ഇപ്പൊ മനസ്സിലാവുകയാണ്. ഇതേ സമയത്ത് ആ ഒരു ബോക്സ് മെല്ലെ ഓപ്പൺ ആവുന്നുണ്ട്. അതിൽ നിന്നും ആ ഒരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ സ്റ്റക്ക് ആവുന്നുണ്ട്. അവള് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ മരം വെട്ടുന്നതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് കയറുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ കേരളയിൽ അലറി വിളിച്ചിട്ട് അവിടേക്ക് ഓടി വരികയാണ്. ഇവളിങ്ങനെ ഒച്ചയുണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു ശബ്ദം കേട്ടിട്ട് ഇയാളുടെ ശ്രദ്ധ മാറിയിട്ട് ഒരു ആക്സിഡന്റ് ആയിട്ട് അയാൾ അവിടെ വെച്ചിട്ട് തന്നെ മരിച്ചു പോവാണ്. ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിന് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. അവൾക്ക് ഇപ്പൊ ഭ്രാന്ത് പിടിച്ച പോലെ അകത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബോക്സ് എടുത്തിട്ട് വീണ്ടും ഒരു വിഷ് ചോദിക്കുകയാണ്. അതായത് ഇവളുടെ അച്ഛൻ ആ ഒരു പെട്ടി കണ്ടുപിടിക്കുന്ന ആ ഒരു ദിവസത്തേക്ക് കാര്യങ്ങളെല്ലാം വീണ്ടും റീവൈൻഡ് ആവണം എന്നായിരുന്നു ആ ഒരു വിഷ്. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവൾ ഉറക്കത്തിൽ നിന്നും എണീക്കുകയാണ്. അവളുടെ ഡോഗ് അവിടെ ഉണ്ടായിരുന്നു. അതിനെ കണ്ടു കഴിഞ്ഞപ്പോ അവൾക്ക് ഒരുപാട് സന്തോഷമാണ്. അവളിപ്പോ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അച്ഛന്റെ കൂടെ ഞാനത് ജോലിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അയാളുടെ കൂടെ പോവുകയാണ്. എന്നിട്ട് ഒരു വിധത്തില് ആ ഒരു പെട്ടി അവള് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോ ആ ഒരു പെട്ടിയായിട്ട് നേരെ സ്കൂളിലേക്ക് പോവാണ്. അതിനുശേഷം റയന്റെ അടുത്ത് ആ ഒരു ബോക്സ് കൊടുക്കുന്നുണ്ട്. അവളിപ്പോ അവന്റെ അടുത്ത് ചിരിച്ചു കളിച്ച് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. കാര്യങ്ങളെല്ലാം റീവൈൻഡ് ആയതുകൊണ്ട് തന്നെ റയനാണ് നല്ല പയ്യൻ എന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ബോക്സ് അവന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ട് നശിപ്പിച്ച് കളയും, എന്നാൽ ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നുള്ളത് നീ തുറന്നു
ഒന്നും നോക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈവനിങ്ങിൽ ഞാൻ നിന്റെ കൂടെ ഡേറ്റിങ്ങിന് വരാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആ ഒരു പയ്യനും സന്തോഷമാവുന്നുണ്ട്. അവനും ഇപ്പൊ ചിരിച്ചിട്ട് അതിന് ഓക്കെ പറയുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോ ആ ഒരു ബോക്സും അവനെ ഏൽപ്പിച്ചിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നടന്നു വരികയാണ്. ഇപ്പൊ ഈ ഒരു ശാപം ഇവളെ വിട്ടുപോയതില് അവൾക്ക് ഒരുപാട് സമാധാനമുണ്ട്. അവള് മെല്ലെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. പെട്ടെന്ന് ഈ ഒരു സമയത്ത് ഒരു കാറ് പാഞ്ഞു വന്നിട്ട് അവൾ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാർ ഓടിച്ചുകൊണ്ട് വന്നത് വേറെ ആരും ആയിരുന്നില്ല, ഡാർസി തന്നെയായിരുന്നു. ഏഴാമത്തെ വിഷ് കഴിയുന്ന സമയത്ത് ബോക്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആള് തീർച്ചയായിട്ടും മരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു സീന് കാണിച്ചിട്ട് സിനിമ വിടച്ചിട്ട് കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.